ലേക്ക് ഞാൻ എത്താം. അതിനു മുൻപ് ഡോക്ടർ കെ.എൻ. രാഘവൻ നമുക്കൊപ്പം ചേരുകയാണ്. സീ ഫുഡ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ജനറലാണ് അദ്ദേഹം. എങ്ങനെ ഈ തീരുവ മുഴുവൻ നിലവിൽ വന്നതിന് ശേഷം നമ്മുടെ വിപണിയെ ഇത് ബാധിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രീ കെ.എൻ. രാഘവൻ, ഇവിടെ സമുദ്രോൽപ്പന്ന മേഖലയെ, കയറ്റുമതി മേഖലയെ വലിയ രീതിയിൽ ബാധിക്കുമെന്നത് ആശങ്കയായിരുന്നു. പക്ഷേ അതിനെ മറികടക്കാമെന്ന പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. താങ്കളുടെ ഇതുൾപ്പെടെയുള്ള ലേഖനങ്ങളിൽ ഇതൊരു അവസരമാണെന്നും മറ്റു വിപണികൾ കണ്ടെത്തി ഇന്ത്യ മുന്നോട്ട് പോകുമെന്നുമുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ഈ താരിഫ് നിലവിൽ വന്നതിന് ശേഷമുള്ള ആദ്യ ദിവസങ്ങൾ വലിയ ആശങ്കയുടേതാണ് എന്ന് റിപ്പോർട്ടുകൾ വരുന്നു. ചെമ്മീൻ കയറ്റുമതി പാടെ തടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. മീൻ കെട്ടിക്കിടക്കുന്നു. നമുക്കറിയാം, മറ്റുൽപ്പന്നങ്ങൾ പോലെ സംഭരിച്ചു വെക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ മത്സ്യ കയറ്റുമതി മേഖലയെ എങ്ങനെയാണ് ഈ താരിഫ് ബാധിച്ചിരിക്കുന്നത്? ഇന്ത്യയുടെ ആകെയുള്ള സമുദ്രോൽപ്പന്ന വിഭവ കയറ്റുമതി $7.8 ബില്യൺ ആണ്. അതിൽ ഏകദേശം 40% അമേരിക്കയിലേക്കാണ് പോകുന്നത്. ഇപ്പൊ നമ്മുടെ ലാർജസ്റ്റ് സിംഗിൾ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ്. അപ്പൊ അമേരിക്കയിലേക്കുള്ള ചെമ്മീൻ കയറ്റുമതിക്കുമ്പോൾ 50% തീരുവ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ? അത് വലിയ രീതിയിൽ തന്നെ ഒരു തിരിച്ചടിയാവുകയും ചെയ്യും. കാരണം ഇതൊരു ലേബർ ഇന്റൻസീവ് സെക്ടറാണ്. അപ്പൊ ആ ലേബർ ഇന്റൻസീവ് സെക്ടറിലെ ഒരു തിരിച്ചടി വരുമ്പോൾ ആദ്യം ഉണ്ടാവുന്ന തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുക എന്നാണ്. പക്ഷെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു അവസരമാണെന്ന് പറയാനായിട്ടുള്ള കാരണം, നമ്മൾക്കിപ്പോൾ 40% US പോകുന്നത് ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാനുള്ള അവസരമാണ്. US മാർക്കറ്റ് ഇസ് എ ബെസ്റ്റ് മാർക്കറ്റിന് 2 കാരണം കൊണ്ടാണ് പറയുന്നത്. ഒന്ന്, ഏറ്റവും ഗുണനിലവാരമുള്ള സാധനങ്ങളാണ് US പോകുന്നത്. 2, ഏറ്റവും അധികം മൂല്യം തരുന്നതും US നിന്നാണ്. അപ്പൊ ഈ 2 അഡ്വാൻറ്റേജസ് നമ്മുടെ പ്രോഡക്റ്റിനുണ്ട്. അപ്പൊ അതിൽ ഈ ഗുണനിലവാരം ഉള്ളതുകൊണ്ട് വേറെ വിപണിയിലേക്ക് പോകാനായിട്ട് സാധ്യമായി വരും. അതിന് കുറച്ച് സമയമെടുക്കും. കാരണം അവിടെയുള്ള ആ വിപണിയിൽ ഇപ്പോൾ വിൽപ്പന നടത്തുന്നവരെ മാറ്റി വേണം നമ്മുടെ പ്രോഡക്ട്സ് കൊണ്ടുപോകാൻ. അതുവരെ US തരുന്ന മൂല്യം തരുന്നില്ലെങ്കിൽ അപ്പൊ അതിന് നമുക്ക് വേണ്ട എക്സ്പോർട്ട് രജിസ്ട്രേഷൻ കുറയും. അപ്പൊ ഇത് രണ്ടും മറികടക്കാനായിട്ടുള്ള സഹായം സർക്കാരിന്റെ അടുത്ത് നിന്ന് കിട്ടുക എന്നുള്ളതാണ് ഈ വിഭാഗം, അതായത് സമുദ്രോൽപ്പന്ന കയറ്റുമതി വിഭാഗം നോക്കുന്നത്. ആ ഒരു താൽക്കാലികമായിട്ട് സഹായം കിട്ടുകയാണെങ്കിൽ, പിടിച്ചേക്കാൻ സാധിക്കുകയാണെങ്കിൽ പുതിയ വിപണിയിൽ കണ്ടെത്തുന്നതിനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം അത്രയും ഗുണനിലവാരമുള്ള പ്രോഡക്റ്റ് ആണ്. അതുമാതിരി തന്നെ സുസ്ഥിരതയെ സംബന്ധിച്ച പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് മുകളിൽ വിമർശനങ്ങളൊന്നും വരുന്നില്ല. അപ്പൊ ഈ 2 ഘടകങ്ങൾ ഒരു അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട് നമ്മൾ ബാക്കി പുതിയ വിപണികൾ തേടുകയാണെങ്കിൽ ഒരു മാർക്കറ്റിലുള്ള ഡിപ്പെൻഡൻസ് കുറയ്ക്കാൻ സാധിക്കും. അപ്പൊ ഇതുകൊണ്ട് തിരിച്ചടിയുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ട്. ഞാൻ തിരിച്ചടി എന്ന വാക്ക് ഉപയോഗിക്കില്ല. തീർച്ചയായിട്ടും ഒരു താൽക്കാലികമായിട്ടൊരു വലിയ ബുദ്ധിമുട്ട് വരും. കാരണം ഈ പ്രോഡക്ട്സ് എല്ലാം ഇപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് അയക്കേണ്ടത് എല്ലാവരും ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഹോൾഡ് ചെയ്യാൻ പറഞ്ഞതിന് വേറൊന്നുമല്ല, കാരണം എത്ര ആയിരിക്കും എന്നുള്ളതിനെ പറ്റി ഇന്നലെ വരെ ഒരു നിജമുണ്ടായിരുന്നില്ല. കാരണം ഒരു സാധനം ഇറക്കുമതി ചെയ്ത വ്യക്തിക്ക് ഏറ്റവും അറിയേണ്ട ആവശ്യം എത്രതിന്റെ മുകളിൽ നികുതി കൊടുക്കേണ്ടത്, എന്നാൽ മാത്രമേ എത്ര രൂപയ്ക്ക് വിൽപ്പന നടത്താനായിട്ട് മാർക്കറ്റിൽ എത്തിക്കാൻ സാധിക്കുമെന്ന് തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ. ഇന്നലെ അതിനൊരു ഉറപ്പുണ്ടായുള്ളൂ 50% എന്ന. 50% ബിസിനസ് തീർച്ചയായിട്ടും കുറയും. ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ ഒരു ഹൈ എൻഡ് മാർക്കറ്റിൽ തുടർന്ന് നിലനിൽക്കാം. പക്ഷെ ആ ബിസിനസ് കുറയുന്ന മുറയ്ക്ക് താൽക്കാലികമായിട്ട് പിടിച്ചേക്കാനുള്ള സഹായം കിട്ടുകയാണെങ്കിൽ കൂടുതൽ ശക്തിയോടുകൂടി ഈ മേഖലയ്ക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. 2, നേരത്തെ സൂചിപ്പിച്ചു, അമേരിക്കയായിട്ട് റീസെറ്റ് ഇൻ ടൈസ് ഉണ്ടാകാം. കാരണം ഈ അമേരിക്കൻ കൺസ്യൂമറിന് എപ്പോഴും ഏറ്റവും മികച്ച സാധനങ്ങളുടെ ഒരു വലിയ ബൊക്കെ കൊടുക്കാനായിട്ടാണ് അമേരിക്കൻ സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് ഒരു ഇന്ത്യൻ വിഭവം മാറ്റുമ്പോൾ അവിടുത്തെ കൺസ്യൂമറിനാണ് അവസാനം നഷ്ടം ഉണ്ടാവുന്നത്. ഒന്നെങ്കിൽ മികച്ച ഇന്ത്യൻ ഉൽപ്പന്നത്തിന് കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ മോശം വിഭവങ്ങൾ മാത്രം സെലക്ട് ചെയ്യാനായിട്ട് നിർബന്ധിതരാകുന്നു. അതുകൊണ്ട് മാത്രം തന്നെ അമേരിക്ക ഒരു റീസെറ്റ് കൊണ്ടുവരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും അതെങ്ങനെ സസ്റ്റെയിൻ ചെയ്യാമെന്നുള്ള സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. എനിക്ക് പ്രധാനമായും ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ എന്ത് എന്നതിനെ സംബന്ധിച്ച് കുറച്ചുകൂടി ഇൻഫർമേഷൻ ആവശ്യമുണ്ട്. 21,000 കോടിയുടെ കയറ്റുമതി സമുദ്രമേഖലയുമായി ബന്ധപ്പെട്ട് പ്രതിവർഷം നടക്കുന്നുണ്ട് എന്നതാണ് കണക്ക്. അപ്പോൾ അവിടെ എത്രമാത്രം നഷ്ടം നേരിടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു? അത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണോ? മറ്റൊന്ന്, ചൈന, നമ്മൾ ഈ താരിഫ് യുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും പ്രതീക്ഷയോടെ കൂടി കാണുന്നത് ചൈന ആണ്. ചൈനയുമായി വ്യാപാര ബന്ധം ശക്തിപ്പെടുത്താനുള്ളൊരു സാധ്യത തേടുന്നുണ്ട്. പക്ഷേ അത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പ്രതിഫലിക്കുന്നില്ല എന്നൊരു വിവരം കൂടി ഈ സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖലയിൽ നിന്ന് വരുന്നു. കാരണം വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വിലയിടിയും എന്ന പ്രതീക്ഷയിൽ മറ്റുള്ളവർ സഹകരിക്കുന്നില്ല എന്ന തരത്തിലൊരു വാർത്ത വരുന്നു. അങ്ങനെ അതും ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ആദ്യം വരാം. പറഞ്ഞത് ശരിയാണ്. കാരണം ഇപ്പൊ ഇന്ത്യക്ക് ഏറ്റവും അധികം മൂല്യം തരുന്ന US മാർക്കറ്റിലേക്ക് എൻട്രി ഇല്ലെങ്കിൽ ബാക്കിയുള്ള മാർക്കറ്റ് വിപണികൾ വില കുറയ്ക്കാനായിട്ട് ശ്രമിക്കും. അത് ചൈന മാത്രമല്ല, യൂറോപ്പ് എല്ലാവരും ശ്രമിക്കുന്നുണ്ട്.
വിയറ്റ്നാമും തായ്ലൻഡും എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. കാരണം US ഇല്ലെങ്കിൽ ബാക്കി മാർക്കറ്റുകളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ അവരൊന്ന് ചവിട്ടി പിടിക്കാനായിട്ട് ശ്രമിക്കും. അത് നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു താൽക്കാലിക പ്രതിഭാസമാണ്. കാരണം അവർക്ക് മെറ്റീരിയൽ വേണം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിലൊരു വിലയുടെ കാര്യത്തിൽ ഒരു ഉറപ്പിലെത്തി കച്ചവടം പുനരാരംഭിക്കും. ആദ്യത്തെ ചോദ്യം, ഇത്രയധികം വാല്യൂ ഉള്ള, അതായത് 25,000 കോടിയിലേറെ മൂല്യമുള്ള ഒരു വിപണി നഷ്ടമാകുമ്പോൾ ഇതിനെന്ത് സംഭവിക്കും എന്നുള്ള ഈ മാസം ഓർഡറുകൾ ഡിസ്പാച്ച് ചെയ്തില്ല. അപ്പൊ ധാരാളം സമ്പത്ത്, അതായത് കയറ്റുമതിക്ക് വേണ്ട സാധാരണ വസ്തുക്കൾ ഇവിടെ കെട്ടിക്കിടക്കുന്നുണ്ട്. കെട്ടിക്കിടക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോർട്ടിൽ പോയി കെട്ടിക്കിടക്കുകയല്ല, കോൾഡ് സ്റ്റോറേജിൽ വെച്ചിരിക്കുകയാണ്. ഇത് ഫ്രോസൺ പ്രോഡക്റ്റ് ആണ് പോകുന്നത്. ഇത് ഫാം ചെയ്തെടുത്ത ഷ്രിമ്പാണ്. നമ്മൾ കടലിൽ നിന്ന് പിടിക്കുന്ന ഷ്രിമ്പ് അല്ല, പ്രത്യേകിച്ച് ഫാം ചെയ്തെടുത്ത പസഫിക് വൈറ്റ് ഷ്രിമ്പ്, മനാമി എന്ന് പറയുന്ന ഷ്രിമ്പാണ്. അപ്പൊ അതിന്റെ ഉൽപാദനം ഫസ്റ്റ് ക്രോപ്പ് ആയിട്ട് വന്നതിൽ ബാക്കിയുള്ളത് സ്റ്റോർ ചെയ്താൽ 2 വർഷം വരെ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ പ്രോഡക്റ്റ് ഒരു കുഴപ്പം വരാൻ 2 വർഷം വരെ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അപ്പൊ താൽക്കാലികമായിട്ട് ക്യാഷ് ഫ്ലോയിനുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. പ്രോഡക്റ്റ് നശിച്ചു പോകുന്നുള്ളൊരു ഭീതിയില്ല. അത് പ്രത്രിയം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും പറയുന്നത്, ബാങ്ക് വഴി ക്യാഷ് ഫ്ലോ നിലനിർത്താനായിട്ടുള്ള ക്രെഡിറ്റ് ലൈൻസ് കൂട്ടി തരുമോ, ഒരു പ്രീ ആൻഡ് പോസ്റ്റ് പാക്കിംഗ് ക്രെഡിറ്റിനുള്ള ഒരു മൊറട്ടോറിയം തരൂ, നമുക്ക് പിടിച്ചേക്കാൻ സാധിക്കും. കാരണം ഇത് 2 വർഷത്തെ ലൈഫുള്ള ഇതാണ്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ മീൻ ചീഞ്ഞു പോകുന്ന പോലെ ഇതിന് ഒരു നാശം സംഭവിക്കില്ല. അത്രയ്ക്ക് നല്ല കോൾഡ് സ്റ്റോറേജ്, അത്രയ്ക്ക് നല്ല ഫെസിലിറ്റിയിൽ 2 വർഷം വരെ നിൽക്കാവുന്ന പ്രോഡക്റ്റാണ് ഇതിലുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇതിന് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു താൽക്കാലിക പ്രതിസന്ധി തരണം ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പൂർവ്വമായ ശക്തിയായിട്ട് തിരിച്ചു വരാൻ പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. ക്യാഷ് ഫ്ലോ പ്രശ്നം മാത്രം പരിഹരിച്ചാൽ മതി, അതിനപ്പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാൻ താങ്കളിലേക്ക് 2ാം ഘട്ടത്തിൽ തിരിച്ചെത്താം. നിർമ്മൽ എബ്രഹാമിലേക്ക് പോവുകയാണ്.